നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറും തമ്മിൽ നടുറോഡിലുണ്ടായ തർക്കത്തിൽ പരസ്പരം വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു പ്രധാന സാക്ഷി അവിടെ ഉണ്ടായിരുന്നു. ഇരു കൂട്ടരുടെയും തർക്കം കണ്ട KSRTC ബസ്സിലെ ക്യാമറകൾ. തിരുവനന്തപുരം ഡിപ്പോയുടെ RPC 101 എന്ന KSRTC ബസ്സിൽ 3 നിരീക്ഷണ ക്യാമറകളാണുള്ളത്. മേയർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം തെളിവ് ഇതിലുണ്ടെങ്കിലും പോലീസ് പരിശോധിച്ചിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ ബസ്സിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ദൃശ്യങ്ങൾ നഷ്ടപ്പെടാനിടയുണ്ട്. KSRTC അധികൃതരും ക്യാമറയുടെ കാര്യത്തിൽ നിശബ്ദത പാലിക്കുകയാണ്. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം അടുത്തിടെ ക്യാമറകൾ ഘടിപ്പിച്ച ബസ്സുകളിൽ ഒന്നാണിത്. മുന്നിലും പിന്നിലും ബസ്സിന് ഉള്ളിലും ക്യാമറയുണ്ട്. ഒരാഴ്ച ദൃശ്യങ്ങൾ സൂക്ഷിക്കാനാകും. ബസ്സിലെ യാത്രക്കാരെ ആരാണ് ഇറക്കിവിട്ടതെന്ന തെളിവ് ഈ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഡ്രൈവർ ക്യാബിനിലെ ദൃശ്യങ്ങളും ഇതിലുണ്ട്. ഇവ പരിശോധിച്ചാൽ സംഭവത്തിന്റെ നിജസ്ഥിതി വ്യക്തമാകും. ബസ്സും കാറും തമ്മിൽ എത്ര നേരം റോഡിൽ ഒരുമിച്ച് ഓടിയെന്നതിന് തെളിവും ലഭിക്കും. എന്നാൽ ഈ ദൃശ്യങ്ങളൊന്നും തൽക്കാലം പുറത്തുവിടാനാകില്ല. KSRTC താൽക്കാലിക ഡ്രൈവർ HL യദുവിനെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരും മുമ്പേ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവ് MLAയെയും പിന്തുണച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തിയ സാഹചര്യത്തിൽ ഡ്രൈവർക്കുമേൽ കുറ്റം ചാർത്തി കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലാണ് KSRTC. അശ്ലീല ആംഗ്യം കാണിച്ചെന്നതടക്കം മേയർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നതിന് തെളിവ് ക്യാമറയിൽ ഉണ്ടായിട്ടും പോലീസ് ഇത് പരിശോധിക്കാത്തത് എന്തുകൊണ്ടെന്നാണ് ചോദ്യമുയരുന്നത്. യദുവിനെ പിരിച്ചുവിടേണ്ടതില്ലെന്നും തൽക്കാലത്തേക്ക് മാറ്റി നിർത്താനുമാണ് CMDയുടെ ശുപാർശ. ഇത് സംബന്ധിച്ച് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന് CMD റിപ്പോർട്ട് നൽകി. എന്നാൽ മേയർ ആരോപിക്കുന്നത് പോലെ ലൈംഗിക ചുവയുടെ ഒരു ആംഗ്യവും കാണിച്ചിട്ടില്ലെന്നാണ് KSRTCയിലെ പാനൽ ജീവനക്കാരായ യദുവിന്റെ വാദം. ബസ്സിന് മുന്നിൽ വേഗത കുറച്ച് കാർ ഓടിച്ച് മേയറും സംഘവും തന്നെ ബുദ്ധിമുട്ടിച്ചു. ഇതോടെ എന്താണ് കാണിക്കുന്നതെന്ന് താൻ ആംഗ്യം കാണിച്ചിരുന്നു. ഇതിൽ പ്രകോപിതരായാണ് മേയറും ഭർത്താവും ബസ് തടഞ്ഞു നിർത്തി ജോലി കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയതെന്ന് യദു പറയുന്നത്. എന്നാൽ ഡ്രൈവർ അസഭ്യമായ രീതിയിൽ ലൈംഗിക ചുവയോടുകൂടി ആംഗ്യം കാണിച്ചുവെന്ന് മേയർ ആവർത്തിച്ചു. റെഡ് സിഗ്നലിൽ വെച്ചാണ് ഡ്രൈവറുടെ ബസ് തടഞ്ഞത്. ഡ്രൈവർ ലഹരി പദാർത്ഥം ഉപയോഗിച്ചിരുന്നുവെന്നും മന്ത്രി വിളിച്ച് അപ്പോഴേ കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെന്നും മേയർ ആര്യ രാജേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഡ്രൈവർ കാണിച്ചത്. അദ്ദേഹത്തിന്റെ പേരിൽ മുന്നേ ക്രിമിനൽ കേസുകളുണ്ട്. റോഡ് സൈഡ് തരാത്ത പ്രശ്നമല്ല ഇത്. സിഗ്നലിൽ വെച്ച് ബസ് നിർത്തിയപ്പോഴാണ് ചോദ്യം ചെയ്തത്, അല്ലാതെ ബസ് തടഞ്ഞു നിർത്തിയിട്ടില്ല. അസഭ്യം പറയുന്ന കുടുംബത്തിലോ രാഷ്ട്രീയ പശ്ചാത്തലത്തിലോ അല്ല താൻ വളർന്നതെന്നും മേയർ പ്രതികരിച്ചിരുന്നു. ആര്യ രാജേന്ദ്രൻ സഞ്ചരിച്ച കാർ KSRTC ബസ്സിനെ തടയുകയും ഗതാഗതം തടസ്സമുണ്ടാക്കുകയും ചെയ്തതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഇതുവരെ പോലീസ് കേസ് എടുത്തിട്ടില്ല. ഡ്രൈവർ യദു നൽകിയ പരാതിയിലാണ് കന്റോൺമെന്റ് പോലീസ് കേസ് എടുക്കാത്തത്. മേയറുടെ പരാതി പ്രതിരോധിക്കാനാണ് ഡ്രൈവറുടെ പരാതി എന്നായിരുന്നു പോലീസിന്റെ ന്യായം. യദുവിനെതിരെ അന്വേഷണം നടത്തുന്ന KSRTC MD ഇന്ന് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. യദുവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടേണ്ടെന്നും തൽക്കാലത്തേക്ക് മാറ്റി നിർത്താനുമാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം. പിരിച്ചുവിട്ടാൽ ജീവനക്കാർക്കിടയിൽ വ്യാപക പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് വകുപ്പിന്റെ നിഗമനം. പോലീസിന്റെ നടപടി പ്രതിഷേധിച്ച് TTF KSRTC ചീഫ് ഓഫീസിലേക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കന്റോൺമെന്റ് സ്റ്റേഷനിലേക്കും ഇന്ന് മാർച്ച് നടത്തും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.